ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ഫേസ്ലെസ് കണ്ടന്റ് ക്രിയേറ്റർ ആണോ? നിങ്ങളുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും ഷോർട്സും ഫേസ്ലെസ് കണ്ടന്റുകളാണോ അപ്ലോഡ് ചെയ്യുന്നത്? ജൂലൈ 15 ശേഷം വന്ന പുതിയ മോണിറ്റൈസേഷൻ പോളിസിയിൽ ഫേസ്ലെസ് കണ്ടന്റ് ക്രിയേറ്ററിന് മോണിറ്റൈസേഷൻ ലഭിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ പറയുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും, ഇപ്പോൾ ഡേ ബൈ ഡേ യൂട്യൂബ് പുതിയ പുതിയ പോളിസികൾ കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം യൂട്യൂബിൻ്റെ ക്രൈറ്റീരിയ ഫോളോ ചെയ്തുകൊണ്ട് മാത്രം അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇല്ല എങ്കിൽ നിങ്ങൾ കഷ്ടപ്പെട്ട് നിങ്ങളുടെ ക്രൈറ്റീരിയ കംപ്ലീറ്റ് ആക്കുന്ന സമയത്ത് നമുക്ക് മോണിറ്റൈസേഷൻ ലഭിക്കില്ല. ഇപ്പോൾ മോണിറ്റൈസേഷൻ ലഭിക്കുന്നത് മാത്രം പോട്ടെ, നമ്മുടെ ചാനൽ തന്നെ ടെർമിനേറ്റ് ആവാനുള്ള സാധ്യതയുണ്ട്. ഒരുപാട് സ്കാം പോളിസിയൊക്കെയാണ് ഇപ്പോൾ യൂട്യൂബ് കൊണ്ടുവരുന്നത്. നമ്മൾ കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പേ ഒരു മെയിൽ പോലും വരാതെയൊക്കെയാണ് നമുക്ക് നമ്മുടെ ചാനൽ ടെർമിനേറ്റ് ഒക്കെ ആവുന്നത്. അപ്പം നിങ്ങൾ യൂട്യൂബിന്റെ ക്രൈറ്റീരിയ അനുസരിച്ച് മാത്രം ചാനൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുക. അതുപോലെ പുതിയ മോണിറ്റൈസേഷൻ പോളിസി വന്നതിന് ശേഷം ഞാൻ തന്നെ ഓരോ പോളിസിയും പറ്റി എൻ്റെ ചാനലിൽ വളരെ വ്യക്തമായിട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതായത് വീഡിയോസ് ക്രിയേറ്റ് ചെയ്യുന്നവർ എങ്ങനെ ചെയ്താലാണ് നമുക്ക് മോണിറ്റൈസേഷൻ ലഭിക്കുക, അതുപോലെ വോയിസ് ഓവർ ചാനലുകളിൽ വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നവർ എങ്ങനെ വീഡിയോസ് അപ്ലോഡ് ചെയ്താൽ നമുക്ക് മോണിറ്റൈസേഷൻ ലഭിക്കും. അതുപോലെ തന്നെയാണ് ഡിവോഷണൽ ടൈപ്പ് വീഡിയോസ് ചെയ്യുന്ന ചാനലുകൾ. അപ്പോൾ അവരും എങ്ങനെ നമ്മുടെ വീഡിയോസ് അപ്ലോഡ് ചെയ്താലാണ് നമുക്ക് മോണിറ്റൈസേഷൻ ലഭിക്കുക എന്നൊക്കെയുള്ള ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കാണാത്ത ആൾക്കാർ, നിങ്ങൾ ആ വീഡിയോസ് ആണ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ആ വീഡിയോസൊക്കെ കയറി കണ്ടിട്ട് നിങ്ങൾ അതുപോലെ അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇനി ഫേസ്ലെസ് ചാനലുകളെ പറ്റി പറയാം. ഇപ്പോൾ നമുക്കിടയിൽ ഒത്തിരി പേര് ഫേസ്ലെസ് കുക്കിംഗ് വീഡിയോസ് ചെയ്യുന്നവരാണ്. അപ്പോൾ ഇങ്ങനെ ഫേസ്ലെസ് വീഡിയോസ് ചെയ്യുന്നവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ സോങ്ങോ മ്യൂസിക്കോ ആണ് ആഡ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്യുന്ന സമയത്ത് മോണിറ്റൈസേഷൻ ലഭിക്കില്ല. റീയൂസ്ഡ് കണ്ടന്റ് ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ ഇങ്ങനെ പറയുന്നത് കൊണ്ട് നിങ്ങൾ വേറെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങളുടെ മൊബൈലിൽ ഷൂട്ട് ചെയ്ത വീഡിയോ ആയതുകൊണ്ട് നമുക്ക് നല്ലൊരു അപ്പീൽ വീഡിയോ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മോണിറ്റൈസേഷൻ ലഭിക്കും. ഇനി അതല്ല, നിങ്ങൾക്ക് അപ്പീൽ വീഡിയോ ഒന്ന് സബ്മിറ്റ് ചെയ്ത് കഷ്ടപ്പെടാൻ വയ്യ എന്നുണ്ടെങ്കിൽ നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയുടെ ബാക്ക്ഗ്രൗണ്ടിൽ സോങ്ങോ മ്യൂസിക്കോ ആണ് ഉപയോഗിക്കുന്നത് എങ്കിൽ അതിന് പകരം നിങ്ങളുടെ ഓൺ വോയിസ് ആ വീഡിയോയുടെ ത്രൂ ഔട്ട് കൊടുക്കാനായിട്ട് ശ്രമിക്കുക. ഇനി നമുക്ക് സ്റ്റോറി ടെല്ലിംഗ് ചാനലുകളെ പറ്റി പറയാം. അതിനു മുമ്പായിട്ട് എൻ്റെ പേര് ശ്രീനിത്യ. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. യൂട്യൂബിൽ പുതിയ ക്രിയേറ്റേഴ്സിന് വളരുന്നതിന് വേണ്ടിയിട്ടുള്ള ടിപ്സ് ആൻഡ് ട്രിക്സ് ആണ് ഞാൻ എൻ്റെ ചാനലിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ഹൈപ്പും കൂടി തരാനായിട്ടും മറക്കരുത്. അപ്പോൾ ഈ സ്റ്റോറി ടെല്ലിംഗ് വീഡിയോസിനെ പറ്റി പറയാം. നിങ്ങളുടെ ചാനലിൽ ഫേസ് കാണിക്കുന്നില്ല, പക്ഷേ നിങ്ങളുടെ വീഡിയോയുടെ ത്രൂ ഔട്ട് നിങ്ങൾ ഓൺ വോയിസ് ആണ് നൽകുന്നത് എന്നുണ്ടെങ്കിൽ, അതായത് നിങ്ങളുടെ ഓൺ വോയിസിലുള്ള സ്റ്റോറിയാണ് പറയുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മോണിറ്റൈസേഷൻ ലഭിക്കും. പക്ഷേ ഇനി മറ്റൊരു കാര്യം കൂടെ പറയാനുള്ളത്, നിങ്ങൾ സ്വന്തമായി തയ്യാറാക്കിയ സ്റ്റോറി ആയിരിക്കണം പറയേണ്ടത്. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു പരിധി വരെ എയുടെ സഹായവും തേടാവുന്നതാണ്. ഇനി അതല്ല, മറ്റുള്ള ഒരാളുടെ സ്റ്റോറിയാണ് നിങ്ങൾ കോപ്പി ചെയ്ത് പറയുന്നത് എന്നുണ്ടെങ്കിൽ അതിൻ്റെ യഥാർത്ഥ ഓണർ നിങ്ങൾക്ക് കോപ്പിറൈറ്റ് സ്ട്രൈക്ക് തരാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ മറ്റൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയുടെ വിഷ്വലായിട്ട് നിങ്ങൾ പ്ലേ ചെയ്യിപ്പിക്കേണ്ടത് നിങ്ങളുടെ ഫോണിലോ ക്യാമറയിലോ ഒക്കെ ഷൂട്ട് ചെയ്ത വീഡിയോ ആയിരിക്കണം. ഇനി എഡ്യൂക്കേഷൻ ചാനലുകളെ പറ്റി പറയാം. ഇന്ന് ഒത്തിരി പേര് PSC ക്ലാസ്സും അതുപോലെ സ്കൂൾ ട്യൂഷൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നവരാണ്. അതിൽ ഒട്ടുമിക്ക ആൾക്കാരും ഫേസ്ലെസ് ചാനലുകളാണ് നടത്തുന്നത്. അപ്പോൾ ഇങ്ങനെ ഫേസ്ലെസ് ട്യൂഷൻ എടുക്കുന്ന ആൾക്കാർ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ചെയ്യുന്ന വീഡിയോയിൽ ത്രൂ ഔട്ട് നിങ്ങളുടെ വോയിസ് ഓവർ ഉണ്ടായിരിക്കണം. അതുപോലെ നിങ്ങൾ ഷൂട്ട് ചെയ്ത വീഡിയോ ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ഈസി ആയിട്ട് മോണിറ്റൈസേഷൻ ലഭിക്കുകയുള്ളൂ. ഇപ്പോൾ നിങ്ങൾ ഷൂട്ട് ചെയ്ത വീഡിയോ എന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്, ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പോൾ നിങ്ങൾ ഒരു PSC ക്ലാസ്സോ അല്ലെങ്കിൽ ഒരു സ്കൂളിലെ ക്ലാസ്സോ നിങ്ങൾ ട്യൂഷനായിട്ട് എടുക്കുന്നുവെങ്കിൽ, അപ്പോൾ കുട്ടികൾക്ക് മനസ്സിലാവുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ബ്ലാക്ക് ബോർഡിലോ ബുക്കിലോ ഒക്കെ എഴുതാറുണ്ട്. നിങ്ങളുടെ ഫേസ് കാണിക്കുന്നില്ല എങ്കിലും നിങ്ങൾ എഴുതുന്നത് നമ്മുടെ വീഡിയോയിൽ കാണുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണ് എങ്കിൽ നമുക്ക് വോയിസ് ഓവറും ഉണ്ട്, നമ്മൾ എഴുതുന്നത് നമ്മുടെ വീഡിയോയിൽ കാണുന്നുമുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് മോണിറ്റൈസേഷൻ ലഭിക്കും. എന്നാൽ പലരും ഇപ്പോൾ ചെയ്യുന്നത്, പല ആപ്പുകളുടെ സഹായത്തോടു കൂടി ക്വസ്റ്റ്യൻ ആൻസറുകൾ ടൈപ്പ് ചെയ്ത് നിങ്ങൾ ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങളുടെ ഓൺ വോയിസ് ഓവർ നൽകി വീഡിയോസ് അപ്ലോഡ് ചെയ്യുകയാണ് ഇന്ന് പലരും ചെയ്യുന്നത്.
അപ്പോൾ അങ്ങനെ ചെയ്യുന്നവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ ക്രൈറ്റീരിയ കംപ്ലീറ്റ് ആക്കി മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഉറപ്പായിട്ടും റീയൂസ്ഡ് കണ്ടന്റ് ആയിരിക്കും വരിക. അപ്പോൾ അങ്ങനെ പറഞ്ഞെന്ന് കരുതി നിങ്ങൾ വീണ്ടും പേടിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് അതായത് നിങ്ങളുടെ ഓൺ വോയിസ് ഓവർ ത്രൂ ഔട്ട് നമ്മുടെ വീഡിയോയുടെ ബാക്ക്ഗ്രൗണ്ടിൽ ഉള്ളത് കൊണ്ട് നമുക്ക് നല്ലൊരു അപ്പീൽ വീഡിയോയിലൂടെ നമുക്ക് മോണിറ്റൈസേഷൻ തിരികെ ലഭിക്കുന്നതാണ്. ഇനി അതല്ല, ഇങ്ങനെയുള്ള പ്രോബ്ലംസ് ഒന്നും ഫേസ് ചെയ്യണ്ട എന്നുള്ളവർ ഞാൻ നേരത്തെ പറഞ്ഞ രീതിയിൽ നിങ്ങളെ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഫേസ്ലെസ് ചാനലുകൾക്ക് 100% വരെ മോണിറ്റൈസേഷൻ ലഭിക്കും. അത് ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ ഷൂട്ട് ചെയ്ത വീഡിയോ ഉപയോഗിക്കുക. അതുപോലെ നിങ്ങളുടെ വീഡിയോയുടെ ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങളുടെ ഓൺ വോയിസ് ത്രൂ ഔട്ടും കൊടുക്കാനായിട്ട് ശ്രമിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് അപ്പീൽ വീഡിയോ ഒന്നും ഫേസ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ഉറപ്പായിട്ടും മോണിറ്റൈസേഷൻ ലഭിക്കും. ഇനി അങ്ങനെയല്ല, നിങ്ങൾ ഷൂട്ട് ചെയ്ത വീഡിയോ ആണ് ഉപയോഗിക്കുന്നത്, പക്ഷെ നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങളുടെ ഓൺ വോയിസ് കൊടുക്കുന്നില്ല, ബാക്ക്ഗ്രൗണ്ടിൽ മ്യൂസിക്കോ സോങ്ങോ ഒക്കെ ആണ് ഉപയോഗിക്കുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്യുന്ന സമയത്ത് റീയൂസ്ഡ് കണ്ടന്റ് ആയിരിക്കും വരുന്നത്. പക്ഷേ നമുക്ക് നല്ലൊരു അപ്പീൽ വീഡിയോയിലൂടെ നമുക്ക് മോണിറ്റൈസേഷൻ തിരികെ ലഭിക്കുന്നതാണ്. അപ്പോൾ ഫേസ്ലെസ് വീഡിയോസ് ക്രിയേറ്റ് ചെയ്യുന്നവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഫേസ് കാണിക്കാൻ താല്പര്യം ഇല്ല എന്നുണ്ടെങ്കിൽ കാണിക്കേണ്ട. പക്ഷേ നിങ്ങളുടെ ഫോണിലോ ക്യാമറയിലോ ഷൂട്ട് ചെയ്ത വീഡിയോ ആയിരിക്കണം നിങ്ങൾ ഉപയോഗിക്കേണ്ടത്. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ത്രൂ ഔട്ട് നിങ്ങളുടെ ഓൺ വോയിസ് കൊടുക്കാനായിട്ട് ശ്രമിക്കുക. ഇങ്ങനെയാണെങ്കിൽ നമുക്ക് വേറെ ഒരു പ്രോബ്ലവും ഇല്ല, നമുക്ക് ഉറപ്പായിട്ടും മോണിറ്റൈസേഷൻ ലഭിക്കുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഫേസ്ലെസ് വീഡിയോസ് എങ്ങനെയാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടത് എന്ന് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എൻ്റെ കമൻറ്റ് ബോക്സിലൂടെ കമൻ്റായിട്ട് അറിയിക്കാവുന്നതാണ്. മാക്സിമം എല്ലാവർക്കും ഞാൻ റിപ്ലൈ തരാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അതുപോലെ മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയ കംപ്ലീറ്റ് ആയവർക്ക് അത് തനിയെ ചെയ്യാൻ കഴിയുന്നില്ല, ആഡ്സെൻസ് തനിയെ ക്രിയേറ്റ് ചെയ്യാൻ കഴിയുന്നില്ല, റീയൂസ്ഡ് കണ്ടന്റ് പ്രോബ്ലം ഉള്ളവർക്ക് അപ്പീൽ വീഡിയോ ക്രിയേറ്റ് ചെയ്യാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ സഹായം നിങ്ങൾക്ക് തേടാവുന്നതാണ്. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോയിലൂടെ കാണുന്നത് വരേക്കും ബൈ.